ഹായ് ഓൾ ചെയ്തിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സീറോ ഫിനിഷിങ് സ്ത്രീ, അത് കാനാങ്കരയുള്ള സ്ത്രീയുടെ ആ ഒരു നരേറ്റീവിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് കൂടിയാണ്. ഈ യേശു സീതോൻ ടയർ എന്ന മേഖല വന്നപ്പോൾ അത് കാനാൻ ദേശമാണ്. ആ കാനാൻ ദേശത്ത് അതിലേക്ക് കാനാൻകാർ വസിക്കുന്ന സ്ഥലമാണ്. അവിടെ വന്നപ്പോൾ ഈ സ്ത്രീ ഇവിടെ വന്ന് യേശുവിനോട് സഹായം ചോദിക്കുകയാണ്. ജൂതന്മാരും ഇവർ തമ്മിൽ പണ്ട് തൊട്ടേയുള്ള ശത്രുതയാണ്. എന്നിട്ട് പോലും ആ സ്ത്രീ വന്നിട്ട് സഹായം ചോദിക്കുകയാണ് യേശുവിനോട്. പക്ഷേ യേശു അവിടെ തിരസ്കരിക്കുന്നില്ല. യേശുവിൻ്റെ വിജാതീയരോടുള്ള മിനിസ്ട്രി ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈശോ കുഞ്ഞാടുകളെ എന്നാണ് വിശ്വാസികൾ വിളിച്ചത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ കാനാങ്കരനെ വിളിച്ചിട്ടുള്ളത്, നായക്കുട്ടി എന്നാണ് വിളിച്ചിട്ടുള്ളത്. അപ്പം അതിനർത്ഥം ഈ യേശു ഇടയനാണ്, യേശുവിൻ്റെ കുഞ്ഞാടുകളെ നോക്കാനാണ് യേശു വന്നിട്ടുള്ളത്. അപ്പോൾ നായക്കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞാടുകളെ മേയ്ക്കുന്നതിൽ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ മെയിനായിട്ട് നോക്കേണ്ടത് ഈ സീറോ ഫിനിഷിങ് സ്ത്രീയുടെ വിശ്വാസമാണ്. അവരുടെ വിവേകപൂർണമായിട്ടുള്ള മറുപടിയാണ്. ആ മറുപടിയിലൂടെ യേശുവിന് അവരെ സഹായിക്കാനായിട്ട് തോന്നി എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. യേശുവിനോട് സംസാരിച്ച കഴിഞ്ഞ ഉടൻ തന്നെ ഈ സീറോ ഫിനിഷിങ് സ്ത്രീയുടെ മകളുടെ പിശാച് ബാധ ഒഴിഞ്ഞു പോയി എന്നാണ് ബൈബിൾ വായിക്കാൻ പറ്റുക. അപ്പോൾ ശത്രുക്കളോട് സ്നേഹിക്കുക എന്ന് പറഞ്ഞത് ഫസ്റ്റ് തൊട്ടേ ഈശോയുടെ ഇൻറ്റൻഷനാണ്. അതങ്ങനെ ഈശോ ചെയ്തിട്ടുമുണ്ട്. കാരണം ഈ പറഞ്ഞ ജൂതന്മാരായിട്ടുള്ള ശിഷ്യന്മാരാണ് യേശുവിൻ്റെ കൂടെ നടക്കുന്നത്. അപ്പോൾ അവർക്കത് പറഞ്ഞു കൊടുത്തേ പറ്റും, കാണിച്ചു കൊടുത്തേ പറ്റും. അതല്ലാതെ യേശു അവർ ശത്രുവായി കണ്ടു എന്നല്ല. ഈ ജൂതന്മാരായിട്ടുള്ള ശിഷ്യന്മാർ ഇവരെ കാണുന്ന ശത്രുക്കളായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവർ ശത്രുക്കളോട് എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത്, അവരെ സഹായിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് യേശു പഠിപ്പിച്ചത്. അവരുടെ വിശ്വാസം ഫോളോ ചെയ്യാനല്ല, യേശുവിലേക്ക് അടുപ്പിക്കുക, അവരുടെ സഹായിക്കുക എന്നുള്ളതൊക്കെയാണ് ഈശോയുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം. ജൂതനായാലും ജാതീയനായാലും രണ്ടാളുകളും ദൈവത്തിൻ്റെ മുന്നിൽ, യേശുവിൻ്റെ മുന്നിൽ കുഞ്ഞുങ്ങളാണ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലാതെ യേശു ഒരാളെയും വേർതിരിച്ച് കണ്ടിട്ടില്ല, വേർതിരിച്ച് സംസാരിച്ചിട്ടില്ല. പക്ഷെ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാം. ഈശോ നമുക്ക് ആരാധിക്കുക, സ്നേഹിക്കാൻ, കൃപ പത്തുകൾ പറഞ്ഞു.